ഇന്ത്യയിൽ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള സാധനമാണ്. പ്രോബ്ലമാറ്റിക്കാണ് ഇന്ത്യയിൽ ദേശസ്നേഹം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അപ്പുറത്ത് വേറൊരു രാജ്യമുണ്ട്, നമ്മുടെ അയൽവാസികളായിട്ട് വേറൊരു രാജ്യമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയെന്ന് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയാം, മേജർ രവിയുടെ സിനിമകൾ എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മേജർ രവി സിനിമകൾ അതിതീവ്ര ദേശഭക്തിയും ദേശസ്നേഹവും പ്രഘോഷിക്കുന്നതാണ്. ദേശസ്നേഹ സിനിമകൾക്ക് എപ്പോഴും മാർക്കറ്റുണ്ട്, അത് നമുക്കറിയാം. പക്ഷേ ഈ ദേശസ്നേഹത്തിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് തീവ്രമായി കഴിഞ്ഞാൽ അതിന് ഒരു ഡിവിസീവായിട്ടുള്ള സ്വഭാവം വരും. ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള സാധനമാണ്. അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ഏതാക്രമണവും ആഭ്യന്തര ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ തിയറി. അവരെത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയോട് സ്നേഹമില്ലാത്തവരാണ് ആ കൂട്ടർ. അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടും അവരിവിടെ കുറേ പേര് ഇവിടെ ഉണ്ട്, ഇവർക്കൊക്കെ അങ്ങോട്ട് പോയിക്കൂടെ, ഇവർക്ക് രാജ്യത്തോട് സ്നേഹമില്ലാന്ന് കഴിഞ്ഞ 8 പതിറ്റാണ്ടായി ഇന്ത്യയിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫലം കണ്ടിട്ടുമുണ്ട്. അത് വിശ്വസിക്കുന്ന അവരല്ലാത്ത ആളുകളും ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഘട്ടത്തിലാണ് പഹൽഗാം പോലെ ആ സംഭവത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പോളറൈസേഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലുൾപ്പെടെ എന്തുമാത്രം പോളറൈസേഷനാണ് അത് നടത്തിയതെന്നറിയാം. അത്തരം പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് മേജർ രവി കൊണ്ടുവരുവാണ് വീണ്ടും. അവിടെ ആരെയാണ് പ്ലേസ് ചെയ്യുന്നത്? മോഹൻലാലിനെ. മോഹൻലാലിൻ്റെ യഥാർത്ഥ ഫാൻസ് ഇത് മനസ്സിലാക്കുന്നു. മോഹൻലാലും അത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഇതിന് കൈ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി സംഭവിച്ചുകൂടായില്ല, എനിക്കറിയില്ല, പക്ഷെ തോന്നുന്നില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഹൻലാലിൻ്റെ സിനിമകളുടെ പ്രധാനമായും കഥ ചൂസ് ചെയ്യുന്ന ആളാണ് ആൻ്റണി പെരുമ്പാവൂർ. ഇന്നേ വരെ ആൻ്റണി പെരുമ്പാവൂർ മേജർ രവി വെച്ചൊരു പടം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര സിനിമ ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ വരുമായിരുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോയ്ക്കോട്ട് കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ലാൽ ഫാൻസ് തിരിച്ചറിയുന്നു എന്താണ് മോഹൻലാൽ എന്ന ആ താരശരീരത്തെ ബാധിച്ചിരുന്ന പ്രശ്നം. ഒടിയൻ ആരാണ്? മോഹൻലാൽ എന്ന താരശരീരത്തെ ബാധിച്ചിരുന്ന ഒടിയൻ ഏതാണെന്ന് യഥാർത്ഥ ലാൽ ഫാൻസ് തിരിച്ചറിയുന്നു. ലാൽ ഫാൻസ് തന്നെ, ഈ ലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കാട്ടിക്കൂട്ടുന്ന ആൾക്കാരല്ല ശരിയായ ലാൽ ഫാൻസ് എന്ന് അവർ തിരിച്ചറിയുന്നു. അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഫ്ലാഗ് ചെയ്യുന്നു. അവരെയാണ് യഥാർത്ഥത്തിൽ ബോയ്ക്കോട്ട് ചെയ്യാൻ പറയുന്നത്, മേജർ രവിയെ മാത്രമല്ല. മേജർ രവി അവരുടെ ഒരു കമാൻഡറാണ്.